ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് അധിക സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തുവരപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇതിന് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിനിവിടെ ഇരുന്ന് വെന്ത് വന്നിട്ട് ഒരു 3 വിസിലടിച്ചാൽ മതി. അപ്പോഴേക്കും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. ഇനി നമുക്ക് വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 10 വെണ്ടയ്ക്ക ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 എണ്ണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു 6-7 എണ്ണം എടുത്താൽ മതിയാവും. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തെന്ന് മാത്രം. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ ഇവിടെ 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഒരു സവാള എടുത്താൽ മതിയാവും. ചെറിയുള്ളി ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുമെന്ന് മാത്രം. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. അതുപോലെ ഒരു 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാളംപുളി വേണം. അപ്പോൾ ഞാനൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ആദ്യം നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മാത്രം ഉള്ളിയും അതുപോലെ തക്കാളി ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തീ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തീ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പം നമ്മുടെ തക്കാളി അതുപോലെ വെണ്ടയ്ക്കയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തീ ഒന്ന് കൂട്ടി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുളിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ഇനി അവസാനമായിട്ടൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും പൊടികളാണ് ഇതിൽ ചേർക്കുന്നത്. ഇത് നമുക്ക് വറുത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ സാമ്പാർ കുറേ അങ്ങോട്ട് കുറുകിപ്പോയി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള വെണ്ടയ്ക്ക സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കാച്ചി ഒഴിക്കണം. ഇപ്പോൾ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാമ്പാറൊക്കെ വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 വെളുത്തുള്ളി തൊണ്ടോടുകൂടെ ചതച്ചത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇതിന് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള വെണ്ടയ്ക്ക സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.